ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മലയാളം ഷെയർസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഗുഡ് മോർണിംഗ്. സോ ഹാപ്പി സൺഡേ. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്, ഇപ്പോൾ ഈ ഒരു വീക്കിൽ സ്മോൾ ക്യാപ്പിൽ 2 സ്റ്റോക്കുകൾ ബോണസ് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ബോണസിന് വേണ്ടി മേടിക്കാമോ, അതുപോലെ സ്മോൾ ക്യാപ്പിൽ ലോങ് ടേമിന് ഫോക്കസ് ചെയ്യാൻ പറ്റിയ നല്ല ഹൈ ഗ്രോത്ത് സ്റ്റോക്കുകൾ ഏതൊക്കെയാണ്, നല്ല ഡിവിഡൻഡ് yielding സ്റ്റോക്കുകളാണ്, അപ്പോൾ നല്ല വാല്യുവേഷനും അതുപോലെ തന്നെ ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ അതിൽ നമുക്ക് ഫസ്റ്റ് നെക്സ്റ്റ് വീക്കിൽ ബോണസ് തരുന്ന 2 സ്മോൾ ക്യാപ് സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് വരുന്നത് ഗുജറാത്ത് അംബുജ എക്സ്പോർട്സ്. സോ 390 റുപ്പീസിൽ കറൻ്റ്ലി ട്രേഡ് ചെയ്യുന്നു. അപ്പോൾ ലീഡിംഗ് ആയിട്ടുള്ള ഫുഡ് പ്രോസസ്സിങ്ങിൽ വരുന്ന ഒരു സ്റ്റോക്കാണ്. സോ ഈ ഒരു സ്റ്റോക്ക് 1:1 ബോണസ് ആണ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. മാർച്ച് 16-ാം തീയതിയാണ്. അപ്പോൾ അതിന് മുന്നേ മേടിക്കുകയാണെങ്കിൽ ഈ ഒരു സ്റ്റോക്കിന് നിങ്ങൾ ബോണസിന് എലിജിബിൾ ആവും. ഒരു ഷെയർ മേടിക്കുമ്പോൾ ഒരു ഷെയർ എക്സ്ട്രാ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ബോണസ് ഇഷ്യൂ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് പ്രൈസ് ഹാഫായിട്ട് റെഡ്യൂസ് ആകും. സോ 1:1 അപ്പോൾ സ്റ്റോക്കിൻ്റെ പ്രൈസിൻ്റെ ഹാഫായിട്ട് ആഫ്റ്റർ ബോണസ് റെഡ്യൂസ് ആവുന്നതായിരിക്കും. സോ ഈ ഒരു സ്റ്റോക്ക് എഡിബിൾ ഓയിലിൽ വരുന്ന ഒരു 4th പ്ലേസിൽ വരുന്ന ഒരു സ്റ്റോക്കാണ്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്, നെറ്റ് പ്രോഫിറ്റ് ഒക്കെ നല്ല വർദ്ധിച്ചിട്ടുണ്ട്. പിന്നെ ബാലൻസ് ഷീറ്റ് നോക്കിയാൽ റിസർവ്സ് നല്ലോണം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ വൈസ് നോക്കിയാൽ FII ഹോൾഡിങ്സ് നല്ല വർദ്ധിച്ചിട്ടുണ്ട്. പിന്നെ കറണ്ട് പ്രൈസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ PE വളരെ കുറവ് തന്നെയാണ്. ഡെപ്റ്റ് ടു ഇക്വിറ്റി 0.11, പ്രൊമോട്ടർ ഹോൾഡിങ്ങും 63.8% ഉണ്ട്. 1991 മുതലേ ഉള്ള ഒരു സ്റ്റോക്കാണ്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റോക്ക് വരുന്നത് MK പ്രോട്ടീൻസ്. MK പ്രോട്ടീൻസ് ബോണസ് അനൗൺസ് ചെയ്തിരിക്കുകയാണ്. ബട്ട് 2:1 എന്നാണ്. അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് മെയിനായിട്ട് വെജിറ്റബിൾ ഓയിൽസ് ആണ് മാനുഫാക്ചർ ചെയ്യുന്നത്, അതിൻ്റെ പ്രോഡക്ട്സ്. സോ ഇപ്പോൾ ഇത് 45 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. സോ ബോണസ് 2 അഡീഷണൽ ഷെയർസിന് ഒരു ഷെയർ കിട്ടും. അല്ല, ഒരു ഷെയറിന് 2 അഡീഷണൽ ഷെയർസ് കിട്ടും. സോ ഈ ഒരു സ്റ്റോക്ക് മാർച്ച് 15-ന് മുന്നേ നിങ്ങൾ മേടിക്കുകയാണെങ്കിൽ ഈ ഒരു ബോണസിന് എലിജിബിൾ ആയിരിക്കും. സോ ബോണസ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം സ്റ്റോക്കിൻ്റെ പ്രൈസ് 15 ആ ഒരു റേഞ്ചിലേക്ക് വരുന്നതായിരിക്കും. ഓക്കെ, ഈ സ്റ്റോക്ക് 2012 മുതലേ ഉള്ള ഒരു സ്റ്റോക്കാണ്. ആൻഡ് വിനോദ് കുമാറാണ് ഇതിൻ്റെ CEO, ഈ ഒരു സ്റ്റോക്കിൻ്റെ CEO എന്ന് വെച്ചാൽ. ആൻഡ് എഡിബിൾ ഓയിൽസിൽ ലാസ്റ്റ് പ്ലേസിൽ വരുന്നു. പിന്നെ സെയിൽസ്, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്, നെറ്റ് പ്രോഫിറ്റ് ഒക്കെ ബെറ്റർ ആയിട്ടുണ്ട്. റിസർവ്സ് നല്ലോണം മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നു. ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ വൈസും ബെറ്റർ ആവുന്നുണ്ട്. ഓക്കെ, സോ ഈ 2 സ്റ്റോക്കുകളാണ് ഈ ഒരു 15-നും അതുപോലെ 16-നും ബോണസ് നൽകുന്നത്. അപ്പോൾ ഇവരുടെ ഫിനാൻഷ്യൽ പെർഫോമൻസ് എങ്ങനെയാണെന്നും കൂടി ചെക്ക് ചെയ്യുക. ഗ്രോത്ത് ഇതെല്ലാം നോക്കിയിട്ട് മാത്രം ഈ ഒരു സ്റ്റോക്കിലേക്ക് ഇൻവെസ്റ്റ് ചെയ്താൽ മതിയാകും. അപ്പോൾ നമ്മളിപ്പോൾ 2 സ്റ്റോക്കിൽ ഡിസ്കസ് ചെയ്തു. ഈ സ്റ്റോക്കിൻ്റെ പെർഫോമൻസ് കൂടി നോക്കാം. അപ്പോൾ MK പ്രോട്ടീൻസ് ഫസ്റ്റ് നോക്കാം. ഗുജറാത്ത് അംബുജ എക്സ്പോർട്സ്. സോ 1 ഇയറിൽ ഈ ഒരു സ്റ്റോക്ക് 56%, 5 ഇയേഴ്സിൽ 248 ആയിട്ട് ഉയർന്നിട്ടുണ്ട്. പിന്നെ ഫിനാൻഷ്യൽ വൈസ് നോക്കിയാൽ നെറ്റ് ഇൻകം മാത്രമാണ് വർദ്ധിച്ചിരിക്കുന്നത്. ദെൻ ഡിവിഡൻഡ് ഡീറ്റെയിൽസ് നോക്കിയാൽ 2019 മുതൽ 23 വരെ റെഗുലറായിട്ട് ഡിവിഡൻഡ് ഇടുന്ന നല്ലൊരു കമ്പനി തന്നെയാണ്. സോ ഇതുപോലെ നിങ്ങൾ ഈ ഒരു MK പ്രോട്ടീൻ കൺസിഡർ ചെയ്യുക. അപ്പോൾ ആ ഒരു സെക്ടർ എങ്ങനെയാണ് പെർഫോമൻസ് ഉള്ളത്, അപ്പോൾ ആഫ്റ്റർ ദി ഒരു ബോണസിന് ശേഷം ഈ സ്റ്റോക്കിൻ്റെ പ്രൈസ് മൂവ്മെൻറ്റ് എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റും.
ഇനി നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് പോകുന്ന കാര്യം എന്ന് വെച്ചാൽ സ്മോൾ ക്യാപ്പിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയിൽ വരുന്ന നല്ലൊരു സ്റ്റോക്കാണ്. 500 റുപ്പീസിന് താഴെ എന്നാൽ നല്ല ഡിവിഡൻഡ് യീൽഡിങ് ലോങ് ടേമിൽ നമുക്ക് ഫോക്കസ് ചെയ്യാം എന്നുള്ള ഒരു സ്റ്റോക്കാണ്. സോ അത് ഏതാണെന്ന് വെച്ചാൽ ഈ ഒരു കാൻറ്റാബിൽ റീറ്റെയിൽ ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റോക്കാണ്. 1989 മുതലേ ഉള്ള സ്റ്റോക്കാണ്. റെഡിമെയ്ഡ് ഗാർമെൻറ്റ്സിൽ വരുന്ന ഒരു സ്റ്റോക്കാണ്. 221 റുപ്പീസേ ഉള്ളൂ. ആൻഡ് ഡിവിഡൻഡ് യീൽഡ് 0.41% ആണ്. ഓക്കെ, പ്രൊമോട്ടർ ഹോൾഡിംഗ് 73.2%, ROC 25.3ഉം ROE 35.2ഉം, സ്റ്റോക്കിന് PE 29.7 ആൻഡ് പ്ലഡ്ജ് പെർസെൻറ്റേജ് 0. സോ ഈ സ്റ്റോക്കാണ് സ്മോൾ ക്യാപ്പിൽ നമ്മൾ ഫസ്റ്റ് എടുത്തിരിക്കുന്നത്. ആൻഡ് ലാസ്റ്റ് 10 ഇയേഴ്സ് ആയിട്ട് ഇവരുടെ സെയിൽസ് ഗ്രോത്ത് 17% ആയിട്ട് ഉയർന്നിട്ടുണ്ട്. പിന്നെ സ്റ്റോക്ക് ബുക്ക് വാല്യൂവിനെക്കാട്ടി 7 ടൈംസ് ട്രേഡ് ചെയ്യുന്നു. അതൊരു നെഗറ്റീവ് സൈഡ് ആണെങ്കിലും റിട്ടേൺ ഓൺ ഇക്വിറ്റി, CAGR ഗ്രോത്ത് ഒക്കെ ബെറ്റർ ആയിട്ടുണ്ട്. ടെക്സ്റ്റൈൽ സെക്ടറിൽ ലാസ്റ്റ് പ്ലേസിൽ വരുന്നെങ്കിലും ഈ ഒരു സ്റ്റോക്കിൻ്റെ ഫിനാൻഷ്യലി ഗ്രോത്ത് ബെറ്റർ ആയിട്ടുണ്ട്. നെറ്റ് പ്രോഫിറ്റ് ആയിക്കോട്ടെ, അതുപോലെ ബാലൻസ് ഷീറ്റ് റിസോഴ്സ്, പിന്നെ ഷെയർ ഹോൾഡിംഗ് പാറ്റേണിൽ എടുത്തു പറയേണ്ടതാണ് FII ഹോൾഡിങ്സ് നല്ല ഉയർന്നിട്ടുണ്ട്. സോ സ്റ്റഡി ആയിട്ടുള്ള ഗ്രോത്ത് ആണ്. മാർക്കറ്റ് ഷെയർ, റവന്യൂ ഗ്രോത്ത്, നെറ്റ് ഇൻകം 5 ഇയേഴ്സ് ആയിട്ട് നല്ല ഉയർന്നിരിക്കുന്നു. പിന്നെ അതുപോലെ ഫോർകാസ്റ്റ് ഫിനാൻഷ്യൽ ഗ്രോത്ത് നിങ്ങൾ ഓവറോളായിട്ട് നോക്കിയാൽ 1 ഇയറിൽ 23%, 5 ഇയേഴ്സിൽ 301%. പിന്നെ ഡിവിഡൻഡ് ഡീറ്റെയിൽസ് നോക്കിയാൽ 2021 മുതൽ 24 വരെ റെഗുലറായിട്ട് ഡിവിഡൻഡും തരുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ നിങ്ങൾ 500 റുപ്പീസിന് താഴെ നല്ല ഡിവിഡൻഡ് യീൽഡിങ് ഹൈ ഗ്രോത്ത് സ്റ്റോക്ക് നോക്കുന്നുണ്ടെങ്കിൽ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റിന് ഈ ഒരു സ്റ്റോക്ക് നമുക്ക് തീർച്ചയായിട്ടും ഫോക്കസ് ചെയ്യാം. ഓക്കെ, സോ ഈ സ്റ്റോക്കിൻ്റെ ലോങ് ടേമിൽ എത്ര ടാർഗറ്റ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഒരു 30% വരെ ഉയരാൻ സാധ്യതയുള്ള നല്ലൊരു മൾട്ടി ബാഗർ റിട്ടേൺസ് വരാൻ സാധ്യതയുള്ള സ്റ്റോക്കാണ്. സോ 450 ആണ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. ദെൻ സെക്കൻഡ് സ്റ്റോക്ക്, ഓക്കെ, നല്ല ഡിവിഡൻഡ് yielding ഡീറ്റെയിൽസ്, ഡിവിഡൻഡ് തരുന്നുണ്ട്, സ്മോൾ ക്യാപ്പ് ആണ്, കുറച്ചൊരു പ്രൈസി സൈഡാണ്, 1945. ബട്ട് ലോങ് ടേമിന് ഇറ്റ്സ് ബെറ്റർ സ്റ്റോക്ക് തന്നെയാണെന്ന് പറയാം. ഡിവിഡൻഡ് yield 0.09. ഇപ്പോൾ ലഗേജ് അക്സസറീസ് നേരത്തെ നമ്മൾ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു സ്റ്റോക്ക് PE 54, ROC 37.5 ഉണ്ട്, ROE 34.4, ഡെപ്റ്റ് ടു ഇക്വിറ്റി 0.26, പിന്നെ പ്രൊമോട്ടർ ഹോൾഡിംഗ് 45.7 ആണ്. ഈ ഒരു സ്റ്റോക്ക് ലോങ് ടേമിന് മാത്രമാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. ആൻഡ് CAGR ഗ്രോത്ത് 41.8%, ഡെപ്റ്റർ ഡേയ്സും ബെറ്റർ ആയിട്ടുണ്ട്, വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ് റെഡ്യൂസ് ആയിട്ടുണ്ട്. അതെല്ലാം നല്ലൊരു കാര്യമാണ്. പിന്നെ പ്ലാസ്റ്റിക് പ്രോഡക്ട്സിൽ ലീഡിംഗ് ആയിട്ട് വരുന്ന ഒരു സ്റ്റോക്കാണ്. തീർച്ചയായിട്ടും ലോങ് ടേമിന് നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്റ്റോക്കാണ്. സോ ഈ ഒരു സഫാരി ഇൻഡസ്ട്രീസിൻ്റെ ബാക്കി ഡീറ്റെയിൽസും കൂടി ചെക്ക് ചെയ്യാം. ഇപ്പോൾ ലോങ് ടേമിന് നമ്മൾ ഈ ഒരു സ്റ്റോക്ക് ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ 40% വരെ ഉയരാൻ സാധ്യതയുണ്ട്. ഓക്കെ, സോ 4000 ആ ഒരു റേഞ്ചിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. 5 ഇയേഴ്സിൽ 592% ആണ് ഉയർന്നിരിക്കുന്നത്. ഫിനാൻഷ്യൽ വൈസ് കണ്ടോ, സ്റ്റഡി ആയിട്ട് മാർക്കറ്റ് 5 ഇയേഴ്സിൽ മാർക്കറ്റ് ഷെയർ, റവന്യൂ ഗ്രോത്ത്, നെറ്റ് ഇൻകം നല്ല ഉയർന്ന് വന്ന ഒരു സ്റ്റോക്കാണ്. നല്ല ഡിവിഡൻഡ് yieldingഉം തരുന്ന ഒരു സ്റ്റോക്കാണ്. ഓക്കെ, സോ 2019 മുതൽ 23-ൽ 2-3 ടൈംസ് ഡിവിഡൻഡ് വന്നിട്ടുണ്ട്. ദെൻ തേർഡ് സ്റ്റോക്ക് ക്യാംസ്, കമ്പ്യൂട്ടർ ഏജ് മാനേജ്മെൻറ്റ് സർവീസസ്. ഈ ഒരു സ്റ്റോക്കും പ്രൈസി സൈഡാണ്. ബട്ട് സ്റ്റിൽ ഈ ലോങ് ടേമിന് നമുക്ക് ഈ ഒരു സ്റ്റോക്ക് ഫോക്കസ് ചെയ്യാം. ഓക്കെ, 1.30% ഡിവിഡൻഡ് yielding. സ്റ്റോക്കിൻ്റെ പ്രൈസുമായിട്ട് നോക്കുമ്പോഴത്തേക്ക് PE കുറവ് തന്നെയാണ്. ദെൻ ROC 48.5ഉം ROE 39.7, ആൻഡ് ഡെപ്റ്റ് ടു ഇക്വിറ്റിയും വളരെ കുറവായിട്ട് തന്നെയുണ്ട്. ആൻഡ് പ്രൊമോട്ടർ ഹോൾഡിംഗ് അതൊരു നെഗറ്റീവ് സൈഡായിട്ടുണ്ട്. ഓക്കെ, സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത് ബുക്ക് വാല്യൂവിനെക്കാട്ടി 70 ടൈംസ്, അതൊരു നെഗറ്റീവ് സൈഡാണ്. പിന്നെ സെയിൽസ് ഗ്രോത്ത് ലാസ്റ്റ് 5 ഇയേഴ്സ് ആയിട്ട് കുറഞ്ഞു എന്നുള്ളതും നെഗറ്റീവ് സൈഡാണ്. ബട്ട് സ്റ്റിൽ ക്യാംസിന്
നല്ലൊരു ഫണ്ടമെന്റൽ ഗ്രോത്ത് ഉള്ള ഒരു സ്റ്റോക്കാണ്. ഓപ്പറേറ്റിംഗ് ഗ്രോത്ത് കൊണ്ട് ലോങ് ടേമിന് നമുക്ക് തീർച്ചയായിട്ടും ഫോക്കസ് ചെയ്യാം. റിസർവ്സ് ഒക്കെ നല്ലോണം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ വൈസ് ഒക്കെ FI ഹോൾഡിങ്സ് നല്ല വർദ്ധിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് ലോങ് ടേമിന് നമ്മൾ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ 20% വരെയാണ് ഈ ഒരു സ്റ്റോക്കിൻ്റെ ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഒരു 3 ഇയേഴ്സ് ആ ഒരു റേഞ്ചിൽ. ഓക്കെ, അപ്പോൾ 6000 ആ ഒരു റേഞ്ചിലേക്ക് വരും. ഇതല്ലാതെ വേറെ ഏതൊക്കെ സ്റ്റോക്ക് ഫോക്കസ് ചെയ്യാമെന്ന് വെച്ചാൽ ട്രാവൽ സ്റ്റോക്സ് ഒക്കെ ഇപ്പോൾ നല്ല ലോങ് ടേമിന് നമുക്ക് നോക്കണം. ഈ ഒരു റേറ്റ് ഗെയിൻ ട്രാവൽ ടെക്നോളജീസ്, ഈ ഒരു സ്റ്റോക്ക് ഫോക്കസ് ചെയ്യാം. ബട്ട് ഈ ഒരു സ്റ്റോക്ക് ഡിവിഡൻഡ് ഇല്ല, ബട്ട് നല്ല ഒരു സോഫ്റ്റ്വെയർ ആസ് എ സർവീസ് ആ ഒരു ഇതിൽ ട്രാവൽ ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയിൽ നല്ല ഒരു ലീഡിങ് ടെക്നോളജി ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഹോട്ടൽസ്, എയർലൈൻസ്. സോ അതുകൊണ്ട് ഈ ഒരു സ്റ്റോക്കിന് നല്ല ഡിമാൻഡാണ്. ഓക്കെ, കുറെ നെഗറ്റീവ് സൈഡും ഉണ്ട്, അതും കൂടി നോക്കുക. പ്രൊമോട്ടർ ഹോൾഡിങ്സ് റെഡ്യൂസ് ആയിട്ടുണ്ട്. ലാസ്റ്റ് 3 ഇയേഴ്സ് ആയിട്ട് റിട്ടേൺ ഇക്വിറ്റി കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് നോക്കുക. ബട്ട് സ്റ്റിൽ ഈ ഒരു IT സോഫ്റ്റ്വെയർ, ട്രാവൽ എസ്പെഷ്യലി അതിൽ ഈ ഒരു സ്റ്റോക്കിൻ്റെ ഗ്രോത്ത് ബെറ്റർ ആവുന്നുണ്ട്. സോ ലോങ് ടേമിന് നമുക്ക് ഈ സ്റ്റോക്ക് റെക്കമെൻഡ്, കാരണം FI ഹോൾഡിങ്സ് നല്ല വർദ്ധിച്ചിട്ടുണ്ട്. ഓക്കെ, സോ റേറ്റ് ഗെയിൻ ട്രാവൽ ടെക്നോളജീസ് ആ ഒരു രീതിയിൽ നമുക്ക് ഫോക്കസ് ചെയ്യാം. അതുപോലെ ഡിവിഡൻഡ് അല്ലാത്ത വേറെ വരുന്ന ഒരു സ്റ്റോക്കാണ് ഹിന്ദുസ്ഥാൻ ഫുഡ്സ്. ഈ ഒരു സ്റ്റോക്ക് 508 റുപ്പീസിൽ വരുന്ന FMCGയിൽ വരുന്ന ഒരു സ്റ്റോക്കാണ്. അപ്പോൾ PE 63 ആൻഡ് ROC 18.2 ആൻഡ് ROE 21.0. അപ്പോൾ PE കുറച്ച് കൂടുതലാണ് ഈ സ്റ്റോക്കുകൾക്കെല്ലാം. ബട്ട് സ്റ്റിൽ നെഗറ്റീവ് സൈഡ് പറയുകയാണെങ്കിൽ റിപ്പീറ്റഡ് പ്രോഫിറ്റ് വന്നിട്ട് ഡിവിഡൻഡ് വരുന്നില്ല എന്നുള്ളത്. പിന്നെ സ്റ്റോക്ക് ബുക്ക് വാല്യൂവിനെ കാട്ടി 13.5 ട്രേഡ് ചെയ്യുന്നത്. FMCG സെക്ടറിൽ ഈ ഒരു സ്റ്റോക്ക് നല്ല ഇമ്പ്രൂവ് ആവുന്നുണ്ട്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്, ഇതുപോലെ ബാലൻസ് ഷീറ്റ് നോക്കിയാൽ റിസർവ്സ് നല്ലോണം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ വൈസ് ബെറ്റർ ആവുന്നു. ഹിന്ദുസ്ഥാൻ ഫുഡ്സും ലോങ് ടേമിന് ഈ ഒരു സ്റ്റോക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ ഈ സ്റ്റോക്കിൻ്റെ ടാർഗറ്റ് 2 ഇയേഴ്സ് ഒക്കെ ആകുമ്പോഴത്തേക്ക് 1000 ആ ഒരു റേഞ്ചിലേക്ക് വരും. അപ്പം നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത ഈ ഒരു റേറ്റ് ഗെയിൻ ട്രാവൽ ടെക്നോളജീസ് 2 ഇയേഴ്സിനുള്ളിൽ 1600 ആ ഒരു റേഞ്ചിലേക്ക് വരും. 30% പ്രോഫിറ്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, കാരണം ഈ ഒരു സ്റ്റോക്ക് നോർത്ത് അമേരിക്ക, ഏഷ്യൻ പസഫിക്, അതുപോലെ യൂറോപ്പ്, അതേഴ്സ് ഇതിലൊക്കെ ഇവരെന്ത് ചെയ്യുന്നു, ഈ ഒരു ടെക്നോളജി SAS ടെക്നോളജീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നല്ലൊരു സ്റ്റോക്കാണ്. ഈ സ്റ്റോക്കിലൊക്കെ നിങ്ങളും കൂടി അനലൈസ് ചെയ്യുക. എന്നിട്ട് ലോ PE നല്ല സ്മോൾ ക്യാപ്പ് ഉള്ള ഹൈ ഡിവിഡൻഡ് എന്ന സ്റ്റോക്കുകൾ വേറെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻസിൽ രേഖപ്പെടുത്തുക. അത് മറ്റുള്ളവർക്കും കൂടി യൂസ്ഫുൾ ആവും. അപ്പോൾ മലയാളം ഷെയറുടെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പുതിയ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ ഉടനെ വരുന്നതായിരിക്കും. പ്ലേ ലിസ്റ്റിൽ ബിഗിനേഴ്സിന് വേണ്ടി ഒത്തിരി വീഡിയോസ് ഇട്ടിട്ടുണ്ട്, അതും കൂടി ചെക്ക് ചെയ്യുക. മലയാളം ഷെയറുടെ ടെലഗ്രാം ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഡെയിലി സ്റ്റോക്ക് മാർക്കറ്റ് ന്യൂസുകൾ, ടിപ്സുകൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.